വെൽക്കം ടു സൈറാസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുക്കുംബർ കൊണ്ട് ഉള്ളൊരു പച്ചടിയാണ്. ഇതിനാവശ്യമായി വേണ്ടത്, ഞാൻ 2 കുക്കുംബർ എടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് അതിൻ്റെ തൊലിയെല്ലാം ചീകിക്കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങ ചിരവിയത് വേണം, നല്ല ഒരു നുള്ളു ജീരകം വേണം, കടുക് ചതച്ചത് വേണം, ഒരു 4-5 കഷ്ണം ചെറിയ ചുമന്നുള്ളി വേണം, 4-5 ചുള വെളുത്തുള്ളിയും വേണം. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തേങ്ങ, പച്ചമുളകും വേണം. 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങ, ഈ പച്ചമുളക്, ജീരകം, ചുമന്നുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ ഞാൻ നല്ലതായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കടുക് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്, കടുക് ചതച്ച്. ഇനി ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുക്കുംബർ അരിഞ്ഞത് വെച്ചു. അതിനകത്തോട്ട് നമ്മൾ കൊത്തി എരിഞ്ഞ് വെച്ച സവാള ഇട്ടു. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. പിന്നെ നമുക്ക് ഇതിന് എല്ലാ സാധനത്തിനും നമുക്ക് ഉപ്പ് ആവശ്യമാണല്ലോ. അതിന് വേണ്ട കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. പിന്നെ പച്ചടിക്കൊന്നും വേണ്ട, നമുക്ക് അത്യാവശ്യം വേണ്ടത് തൈരാണല്ലോ. ഇതിനകത്തോട്ട് തൈരും കൂടെ ചേർത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കടുകുപരിപ്പ്, അത് ഓരോരുത്തരുടെ ടേസ്റ്റിൻ്റെ അനുസരിച്ച് ഏറെ ചേർക്കാവുന്നതാണ്. നല്ലതായിട്ട് എന്നിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് ഉപയോഗിക്കുന്നതാണ്. ഇത് കടുക് പരിവ് ചേർക്കുന്നതുകൊണ്ടാണ് ഇതിന് സലാഡെന്ന് പറയാൻ പറ്റാത്തത്. ഇതല്ല, തേങ്ങയൊക്കെ അരച്ച് ചേർക്കുന്നുണ്ടല്ലോ. തേങ്ങ ഒക്കെ അരച്ച് ചേർക്കുമ്പോൾ അത് സലാഡിന് നമ്മൾ ചേർക്കത്തില്ലല്ലോ. പച്ചടിക്കൊക്കെയാണല്ലോ ഇച്ചിരി തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ അരച്ച് ചേർക്കുന്നത്. ഇത് നല്ല ടേസ്റ്റിയാണ് ഈ പച്ചടി. കടുക് പരിപ്പ് ഇച്ചിരി കൂടെ ആവശ്യമുള്ളവർക്ക് നല്ലതായിട്ട് ഇച്ചിരി കൂടെ കടുക് പരിപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പിൻ്റെ പരുവം നോക്കണം. ഉപ്പിൻ്റെ ആവശ്യമനുസരിച്ച് അവരോട് ഉപ്പ് ചേർക്കണം. എരിയാണെന്നുണ്ടെങ്കിലും അരിഞ്ഞിടേണ്ടാവുന്നവർക്ക് ഒരു സലാഡിൽ നമ്മൾ അരിഞ്ഞിടുന്ന മാതിരി അരിഞ്ഞിടാവുന്നതാണ്. ഞാനിത് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് തേങ്ങയുടെ കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. കടുക് പരിപ്പ് ഇച്ചിരി കൂടെ നല്ലതായിട്ട് ചേർക്കുന്നുണ്ട്. ഞാൻ നല്ല 1 ടേബിൾ സ്പൂൺ കടുക് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ചേർക്കുന്നതാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നല്ല പച്ചടിയാണ്. നമ്മൾ ആരെങ്കിലും ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു പച്ചടിയാണ് ഇത്. കടുക് വറുക്കുകയൊന്നും വേണ്ട. 2 കറിവേപ്പിലയോട് ഇതിനകത്ത് മുറിച്ചിടാമെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റാണ്. ഞാൻ 2 കറിവേപ്പില മുറിച്ച് ഇട്ടിട്ടുണ്ട്. അത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ഉപ്പും നോക്കി ഓരോരുത്തരുടെ പരുവം അനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബായ്.